എല്ലാവർക്കും നമസ്കാരം. പഞ്ചാബിലെ LPU ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പസിൻ്റെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നിലത്തെ വർഷമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിരുന്ന കുറേ കുട്ടികൾ അത് കണ്ടതിന് ശേഷം ഒരുപാട് കുട്ടികൾ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അത്യാവശ്യം എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കണ്ടുകൊണ്ട് ഈ വർഷവും പൊതുവേ വരുന്ന ചില ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പൊതുവിൽ എനിക്ക് വരുന്നൊരു ചോദ്യം, ചേട്ടാ എങ്ങനെയാണ് LPUവിൽ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും വരുന്ന ചോദ്യം. LPUവിൽ അഡ്മിഷൻ എടുക്കാൻ ആദ്യം നമ്മൾ അവരുടെ LPU നെസ്റ്റ് എന്ന് പറയുന്ന അവരുടെ എക്സാം എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. അപ്പോൾ അതിന് എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റും എക്സാമിൻ്റെ ടൈം സ്ലോട്ടും പിന്നെ അത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ നിങ്ങൾക്ക് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. ആ എക്സാമിന് എന്തോ രജിസ്ട്രേഷൻ ഫീസും കാര്യമൊക്കെ ഉണ്ട്. സോ ഞാൻ ഇവിടെ ഒരു കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങളത് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഈ കോഡ് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ റിഡക്ഷനും കാര്യമൊക്കെ ഉണ്ട് എന്ന് അവർ ഇങ്ങനെ അറിയിക്കേണ്ടായി. സോ അതുകൊണ്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ പൊതുവേ വരുന്ന ചോദ്യം അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയുണ്ട് എന്നാണ് എപ്പോഴും എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യം. LPUവിനെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്കാഡമിക്സിനെ കുറിച്ചൊന്നും പറയണ്ട. പണ്ടും ഇപ്പോഴും ഒക്കെ അവരുടെ അക്കാഡമിക്സ് ആയിക്കോട്ടെ അവരുടെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ എല്ലാം ഏറ്റവും നല്ല ഫെസിലിറ്റീസും ഫാക്കൽറ്റീസിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. സോ അക്കാഡമിക്സിനെ കുറിച്ചൊന്നും നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഹാവ് എവറിതിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനവും അക്കാഡമിക്കലി അവിടെ എല്ലാം ഫെസിലിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട അക്കാഡമിക്സിൻ്റെ ഓറിയൻറ്റേഷൻ ആയിക്കോട്ടെ എല്ലാം അവിടെ എല്ലാം വളരെ വൃത്തിയായിട്ടുണ്ട്. സോ അതിനെപ്പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പൊതുവേ എനിക്ക് വരുന്ന ചോദ്യം പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രോപ്പർലി അവിടെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ടാലൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 100% നിങ്ങൾ അവിടുന്ന് പ്ലേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അവിടുന്ന് 2020 പാസ് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2020 തന്നെ അവിടെ ഇന്ത്യയിലെ എല്ലാ കമ്പനീസും പ്ലേസ്മെൻറ്റിന് വരുന്നൊരു ക്യാമ്പസാണ് LPU എന്ന് പറയുന്നത്. സോ ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇപ്പോഴും അവിടെ ഇന്ത്യയിലെ ലീഡിങ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും വന്ന് പ്ലേസ്മെൻറ്റ് എടുത്തിട്ട് കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് LPU എന്ന് പറയുന്നത്. സോ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പൊതുവെ വരുന്നൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റേൺഷിപ്സും അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ BTech ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രോഗ്രാമിങ്ങിലും മറ്റുമൊക്കെ സർട്ടിഫിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ് CV ആഡ് ചെയ്യാൻ വേണ്ടി. സോ എപ്പോഴും ഈ സർട്ടിഫിക്കേഷൻ കോഴ്സസും അതുമായി ബന്ധപ്പെട്ടുള്ള വർക്ക്ഷോപ്സും കാര്യങ്ങളും അതുമൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യപ്പെടാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചും നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് അതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് ക്യാമ്പസിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു മോളുണ്ട്, പിന്നെ ഹോസ്പിറ്റൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു ക്യാമ്പസാണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ അതിനെക്കുറിച്ചിട്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പൊതുവെ മലയാളീസ് ഉണ്ടോ എന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. 2020 ഞാൻ പാസ് ഔട്ട് ആകുന്ന സമയത്തൊക്കെ തന്നെ അത്യാവശ്യം നല്ല കേരളത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്. സോ ഇപ്പോഴും അത്യാവശ്യം നല്ലോണം മലയാളീസ് പോയി പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. സോ കേരളത്തിൽ നിന്ന് ആളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മലയാളീസ് ഉള്ള ഒരു ക്യാമ്പസാണ് LPU എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഫ്രം മൈ സൈഡ്, എൻ്റെ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ അക്കാഡമിക്സിന് പുറത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നൊരു ക്യാമ്പസാണ്. ഇപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അതിനൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. എപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസുമായി എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. സോ അങ്ങനെയൊക്കെ ഇപ്പം ഈ പറയുന്നത് പോലെ പല മേഖലകളിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. സോ അതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കതൊക്കെ ഷോക്കേസ് ചെയ്യാനുള്ളൊരു സ്പേസ് എന്നുള്ള രീതിയിൽ പോലും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നല്ല സ്ഥലം നിങ്ങൾക്ക് അതിന് കിട്ടാനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊതുവെ വേറെന്താ ചോദ്യം വരാറുള്ളത്? ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെൻ്റ് ആയി, ഹോസ്റ്റൽ ഫെസിലിറ്റി ആയി,
അത്രയൊക്കെ തന്നെ ചോദ്യം വരാറുള്ളൂ. ഇനി ഇതൊന്നും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ വീഡിയോൻ്റെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് മീ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമയം പോലെ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് വറി, അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. സോ നിങ്ങൾ അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സുമായിട്ട് പോവുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതലായിട്ട് വേറൊന്നും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മാത്രം പറഞ്ഞാൽ പോരെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് എനിവേ. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക.